ഒരുപക്ഷെ കേരളത്തിലെ രേഖപ്പെടുത്തപ്പെട്ട ആദ്യ പീഡനമായിരിക്കും ഇത്. അതിനു മുൻപോ പിൻപോ ഇത്രയും അധികം പീഡകരുൾപ്പെട്ട കേസുകൾ ഉണ്ടായിട്ടില്ല. സമകാലിക കേരളത്തിലെ സംഭവ വികാസങ്ങൾ അറിയുന്നവർ ഈ പേര് മറക്കാൻ പാടില്ല. കുറിയെടുത്ത് സാവിത്രി അഥവാ കുറിയെടുത്ത് താത്രി. കണക്കുകൾ പ്രകാരം കുറിയെടുത്ത് താത്രിയുടെ സ്മാർത്ത വിചാരം നടന്നിട്ട് 100 വർഷം കഴിഞ്ഞു. ബാലികയായിരിക്കെ നമ്പൂതിരി ബലാത്സംഗം ചെയ്തതിനും മറ്റു പല ഭാഗത്തു നിന്നും ഉണ്ടായ ലൈംഗിക പീഡനത്തിനും പകരം വീട്ടിയാണ് താത്രി പലരുടെയും പേരുകൾ വിളിച്ചു പറഞ്ഞതെന്നും പറയപ്പെടുന്നു. കുറിയെടുത്ത് താത്രിയുടെ അടുക്കള ദോഷത്തെക്കുറിച്ച് അയൽവാസിയായ നമ്പൂതിരി പരാതിപ്പെട്ടതോടെയാണ് താത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ ഏറ്റവും വിവാദമായിരുന്നു കുറിയെടുത്ത് താത്രിയുടേത്. മുൻപ് നടന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറ്റാരോപിതരുടെ പേരുകൾ പറയിപ്പിക്കാൻ യാതൊരുവിധ പീഡനങ്ങളും താത്രിയുടെ സ്മാർത്ത വിചാരത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പറയപ്പെടുന്നു. ഒരവസരത്തിലും പറഞ്ഞ കാര്യങ്ങൾ താത്രി മാറ്റി പറഞ്ഞിരുന്നില്ല.